കാണുന്നവരോടും കണ്ടുമുട്ടുന്നവരോടും ഇരിക്കുന്നവരോടും കടക്കുന്നവരോടും എല്ലാവരോടും RCMനെ പറ്റി പറയാം. അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കണം. അപ്പോ RCMൽ നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് റീറ്റെയിൽ. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? റീറ്റെയിൽ. അതിനാവശ്യമുള്ള ഒരു 5000 10,000 രൂപയുടെ പ്രോഡക്റ്റ്, ഒരു 20,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. പിക്കപ്പ് സെന്ററിലല്ല. RCMനെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ ഒരു 5000 10,000 20,000 30,000 50,000 രൂപയുടെ പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് ഉണ്ടാവണം. എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് ബാഗ്, RCMന്റെ ഒരു ബിസിനസ് ബാഗ്, അതിനകത്ത് അത്യാവശ്യം ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ്, അതിനകത്ത് ഒരു ലീഫ്ലെറ്റുകൾ, മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്, ടൂൾസ് വേണോ വേണ്ടയോ? നമ്മളൊരു ബിസിനസ്മാൻ ആയിട്ട് മാറണം. RCMലേക്ക് കടന്നു വരുന്ന ഒരാൾ ആദ്യം കടന്നു വരിക ആസ് എ കസ്റ്റമർ ആണ്. പ്രോഡക്റ്റ് കസ്റ്റമർ എന്താ വേണ്ടേ? കസ്റ്റമർ എന്ത് വേണം? കസ്റ്റമറിന് പ്രോഡക്റ്റ് വേണം. ഞാനും RCMലേക്ക് വന്നത് ഒരു കസ്റ്റമർ ആയിട്ടാണ്. സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ RCMലേക്ക് വരുന്ന പലരും ചോദിക്കാറുണ്ട്, സാറേ കടുകുണ്ടോ? അല്ല സാർ, ഒരു 4,000-ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ശരി, ഓക്കെ, കടുക് കിട്ടുമോ? ഇല്ല, കടുകില്ല. മുട്ട ഇല്ല, മുട്ടയില്ല. പച്ചക്കറി ഒന്നും കിട്ടൂല. ഇത് അവർക്ക് തെറ്റല്ല, അവരെല്ലാം കസ്റ്റമേഴ്സ് ആണ്. അവരോട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കിട്ടിയാൽ നന്നായിരുന്നു, എല്ലാം കൂടി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങാലോ. ഈ മാരുതി ഷോറൂമുകാരൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കഥ ഞാൻ ആലോചിച്ച് നോക്കുക. മാരുതിയുടെ ഷോറൂമിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ പച്ചക്കറി ഒരു ഭാഗത്ത്, മാരുതിയുടെ കാർ ഒരു ഭാഗത്ത്, മുട്ട ഒരു ഭാഗത്ത്, മസാലകൾ ഒരു ഭാഗത്ത്. നമ്മളവിടെ ചെന്നു. അപ്പൊ മാരുതി ഷോറൂമിലുള്ള സെയിൽസ്മാൻ വന്നു, സാർ എന്താ വേണ്ട? മുട്ട വേണോ അതോ പച്ചക്കറി വേണോ? അല്ല സാർ, ഞാനൊരു കാറ് വാങ്ങാൻ വന്നാ. ഓ, കാറ് വാങ്ങാൻ വന്നാണ്. മുട്ടക്കാർ നമ്മൾ മാറിക്കൂ, പച്ചക്കറി മാറ്റാൻ. കാറ് നമ്മൾ RCMന്റെ ഔട്ട്ലെറ്റിലേക്ക് RCMന്റെ സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകൾ വരണം. അങ്ങനെ വേണം നമ്മുടെ പ്രൊമോഷൻ. ഹലോ, നമ്മൾ RCMന്റെ പ്രോഡക്റ്റിന് അതിന്റെ പ്രയോറിറ്റി കൊടുക്കണം. നമുക്ക് പലർക്കും ഉള്ളതിനെക്കാട്ടിലും ഇല്ലാത്തതിനെ പറ്റി അന്വേഷിക്കാനുള്ള ഒരു വ്യഗ്രത കൂടുതലാണ്. ആണോ? എന്നൊരു യെസ് നമ്മൾ വരുന്നില്ല. കാരണം മുട്ട ചോദിച്ച പലരും ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം. ഇല്ലാത്തതിനെ പറ്റി. കാരണം പല്ലൊക്കെ ഫുള്ളുള്ള സമയത്ത് അതിനെ പറ്റി ഒന്നും മൈൻഡ് ചെയ്യില്ല. എടാ പല്ലിലേക്ക് വേറെ പണിയൊന്നുമില്ല, പല്ലിലേക്ക് അതൊന്നും പോയി കഴിയുമ്പോൾ പോയി അതിനെ പറ്റി പിന്നെ പറയും. അപ്പൊ ഇല്ലാത്തതിനെ പറ്റിയിട്ടാ പറയും. ഒരിക്കലൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി, അടുത്ത ജന്മത്തില് എനിക്കൊരു താമരയായിട്ട് ജനിക്കണം. അല്ല, നീ ഒരു അടുത്ത ജന്മത്തിൽ ഒരു വണ്ടായിട്ട് ഇങ്ങനെ പറന്ന് വന്ന് ആ താമരയിൽ ഇങ്ങനെ എറിഞ്ഞ് ആ തേനിങ്ങനെ കുടിക്കുമ്പോൾ ആ താമരയുടെ 1000 ഇതളുകൾ കൊണ്ട് നിന്നെ ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അത് മിണ്ടാതിരിക്കും മനുഷ്യൻ. ഇപ്പോൾ 2 കൈ ആദ്യം ഉപയോഗിക്കും. ഇപ്പോഴുള്ള 2 കൈ കൊണ്ട് ഒരു ചേമ്പില്ല. വെറുതെ അടുത്ത കൊണ്ടാലും വളർത്താൻ പോകുന്നത്. ഇവർക്ക് ഇനി ഒരു കടിക കിട്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉണ്ടാക്കുന്നതിന് ശേഷം കടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. കറി ഇഷ്ടംപോലെ RCM പ്രോഡക്റ്റ്, 4000 പ്രോഡക്റ്റ്. ഒറ്റ പ്രോഡക്റ്റ് മതി RCM നമുക്ക് ടൈം ഉണ്ടാവാം. ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് RCMന് 7 ലെവലിൽ വെക്കാം. റെഡിയാണോ? RCMനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഏത് ലെവലിൽ നമുക്ക് പറപ്പിക്കാൻ പറ്റും. 15 പ്രോഡക്റ്റ് കൊണ്ട് ഞങ്ങൾ RCM സൗത്തിന്റെ മുഴുവൻ എത്തിച്ചു. 4000 പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ലോകം മുഴുവൻ എത്തിക്കാം.